ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചിന്നുവിനെ കാണാനായി JK അമ്പാട്ട് വീട്ടിലേക്ക് എത്തുകയാണ്. അമ്പാട്ട് വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് JK ചുറ്റും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു വരുന്നത്. മഞ്ജു JK കണ്ട് തെറ്റിദ്ധരിക്കുകയാണ്. ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയി നേരാക്കാൻ വന്ന ടെക്നീഷ്യൻ ആണെന്നാണ് JK കണ്ട് മഞ്ജു അങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്. മഞ്ജു അങ്ങനെ JKയോട് പറയുന്നുണ്ട്, അനന്തേട്ടൻ ഇന്ന് ഫ്രിഡ്ജ് നേരാക്കാനായി ടെക്നീഷ്യൻ വരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇത്ര പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കുറേ ദിവസമായാലും ടെക്നീഷ്യന്മാരാരും വരാറില്ല. മാർക്കൊക്കെ ഭയങ്കര ജാടയാണ്. അതിനെക്കുറിച്ച് ചോദിച്ചാൽ പറയും അവർക്ക് ജോലിഭാരം കൂടുതലാണെന്ന്. എല്ലാവരും കള്ളന്മാരാണ്, പക്ഷെ നിങ്ങൾ ആ കൂട്ടത്തിൽ പെടില്ല. എനിക്കത് കണ്ടപ്പോഴേ തോന്നിയെന്ന് മഞ്ജു അങ്ങനെ പറയുമ്പോൾ JK പറയുന്നുണ്ട് സമാധാനമായി എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജുവിനെ അങ്ങനെ നോക്കുകയാണ്. മഞ്ജു അപ്പം JKയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന്. JK അപ്പം പറയുന്നുണ്ട്, അല്ല, നിങ്ങളുടെ സംസാരം കേട്ട് നിൽക്കാൻ നല്ല രസമാണ്. തനി നാട്ടിൻപുറംകാരി വീട്ടമ്മ, ആ ഭാവവും ചിരിയും എല്ലാം കാണാൻ നല്ല രസമുണ്ടെന്ന് JK അങ്ങനെ മഞ്ജുവിനോട് പറയുമ്പോൾ മഞ്ജു സന്തോഷത്തോടെ താങ്ക് യു എന്ന് പറയാണ്. അതിനുശേഷം മഞ്ജു JK വിളിച്ചുകൊണ്ട് ഫ്രിഡ്ജിന്റെ കംപ്ലൈന്റ് നോക്കാനായി അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് രമ്യ വരുന്നത്. ഇതാരാ ചേച്ചി എന്ന് മഞ്ജുവിനോട് അങ്ങനെ രമ്യ ചോദിക്കുകയാണ്. മഞ്ജു ഇപ്പൊ പറയുന്നുണ്ട്, ഇത് നമ്മുടെ ഫ്രിഡ്ജിന്റെ കംപ്ലൈന്റ് നോക്കാൻ വന്ന ടെക്നീഷ്യനാണ് എന്നങ്ങനെ മഞ്ജു പറയുന്നുണ്ടെങ്കിലും രമ്യക്ക് JK കണ്ട് അതൊരു ടെക്നീഷ്യൻ ആണെന്ന് തോന്നുന്നില്ല. രമ്യ ഇപ്പൊ ചോദിക്കുന്നുണ്ട്, ഇയാള് ടെക്നീഷ്യൻ ആണെങ്കിൽ ഇയാളുടെ കയ്യിലോ ടൂൾസ് ഒന്നും ഇല്ലല്ലോ, അതൊക്കെ എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ആ കാര്യം മഞ്ജുവും ശ്രദ്ധിക്കുന്നത്. JK അപ്പം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഫ്രിഡ്ജിന്റെ കംപ്ലൈൻറ്റ് പരിഹരിച്ചാൽ പോരെ, ഞാനൊന്ന് നോക്കട്ടെ ഫ്രിഡ്ജ് എവിടെയെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ മഞ്ജുവും രമ്യയും കൂടി JK നേരെ അടുക്കളയിലേക്ക് ഫ്രിഡ്ജ് വെച്ച് അവിടേക്ക് കൊണ്ടുപോവുകയാണ്. JK ഫ്രിഡ്ജ് തുറന്ന് കുറേ നേരം നോക്കുന്നുണ്ടെങ്കിലും പിന്നീട് ആ പ്രശ്നം പരിഹരിക്കുകയാണ്. JK എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ഫ്രിഡ്ജിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടുണ്ടായ കുഴപ്പമാണ് ഇതെല്ലാം. നിങ്ങളുടെ ആ അശ്രദ്ധ കണ്ടെത്തി പരിഹരിച്ചിട്ടുണ്ട്. 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്രിഡ്ജ് അടിച്ചു പോയേനെ. കുറച്ചു നേരം ഫ്രിഡ്ജ് എപ്പോഴും ഓഫാക്കി ഇടുന്നതാണ് നല്ലത്. അതുകൊണ്ട് ആ ഫ്രിഡ്ജിന്റെ കൂളിംഗ് പോകുന്നുമില്ല, കറണ്ട് ബില്ലും ലാഭിക്കാം എന്നെല്ലാം JK അങ്ങനെ പറയുമ്പോൾ രമ്യ ചോദിക്കുന്നുണ്ട്, അല്ല എത്രയാണ് ഇതിന്റെ ഫീസ് എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, ഇതിനെനിക്ക് ഫീസൊന്നും വേണ്ട, കാരണം ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജ് നേരാക്കാൻ വന്ന ടെക്നീഷ്യൻ അല്ല എന്നങ്ങനെ JK പറയുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട്, ടെക്നീഷ്യൻ അല്ലേ, പിന്നെ നിങ്ങൾ ആരാണ്, എന്തിനാണ് ഇവിടെ വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. JK അപ്പം പറയുന്നുണ്ട്, ഞാൻ ഈ വീട്ടിൽ ഒരാളെ അന്വേഷിച്ചു വന്നതാണ്, ചിന്നുവിനെ അന്വേഷിച്ചു വന്നതാണ്. ആ കുട്ടിയാണ് എനിക്ക് കാണേണ്ടത്. ന്യൂനെ ഒന്ന് വിളിക്ക്, കാര്യം ഞാൻ പറയാമെന്ന് JK അങ്ങനെ പറയുമ്പോൾ രമ്യ പറയുന്നുണ്ട്, അവള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പഠിക്കാനിരിക്കുകയാണ് എന്നങ്ങനെ രമ്യ പറയുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട്, നിങ്ങളും ചിന്നുവും തമ്മിൽ എങ്ങനെയാണ് പരിചയം എന്നല്ല അങ്ങനെ മഞ്ജു ചോദിക്കുന്നത്. ചിന്നു കേൾക്കുകയാണ്. പഠിക്കുന്നിടത്ത് നിന്ന് ചിന്നു ആരോ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ബുക്ക് അവിടെ വെച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. JK ആണെങ്കിൽ മഞ്ജുവിനോട് രമ്യയോടും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചിന്നുവിനെ വിളിക്കാൻ മടിയാണെങ്കിൽ ഞാൻ പോയേക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നതും ഇന്നു അങ്ങോട്ടേക്ക് വന്ന് ആരാ ആൻറ്റി വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും പോയ JK തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ വരികയാണ്. JK കണ്ട് ചിന്നു ആകെ ഞെട്ടുന്നുണ്ട്. ഇന്നു വളരെ സന്തോഷത്തോടെ JK അങ്കിൾ എന്ന് വിളിക്കുമ്പോൾ രമ്യ ചോദിക്കുന്നുണ്ട്, ഇതാണോ JK സാർ എന്ന്. ചിന്നു അപ്പം പറയുന്നുണ്ട്, അതെ ആൻറ്റി, ഇതാണ് JK സാർ, പ്രശസ്ത എഴുത്തുകാരൻ JK സാർ എന്നെല്ലാം ചിന്നു അങ്ങനെ പറയുമ്പോൾ മഞ്ജു മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഈശ്വര, ഇങ്ങേരെയാണോ ഞാൻ ടെക്നീഷ്യനായി കണ്ടത്, ഇത് വല്ലാത്ത നാണക്കേടായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആകെ ടെൻഷനോടെ അങ്ങനെ നിൽക്കുകയാണ്. ഇന്നു അപ്പോൾ JKയോട് പറയുന്നുണ്ട്, ഇരിക്കു സാർ എന്ന് പറയുമ്പോൾ JK പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ആവശ്യമില്ല എന്ന് പറയാണ്. രമ്യ അപ്പം പറയുന്നുണ്ട്, കാര്യം എന്താണ് സാർ ആദ്യമേ പറയാതിരുന്നത്, ഞങ്ങൾ സാറിനെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് പറയുമ്പോൾ JK പറയുന്നുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അതിന് തെറ്റൊന്നും ചെയ്തില്ലല്ലോ, അത് വിട്ടേക്ക് എന്നങ്ങനെ പറയുകയാണ്. മഞ്ജു അപ്പോൾ JKയോട് പറയുന്നുണ്ട്, എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ സാറേ, ഞാൻ സാറിന്റെ വലിയൊരു ആരാധികയാണെന്ന് പറയാണ്. ഇത് കേട്ട് ചിന്നുവും രമ്യയും മഞ്ജുവിനെ തന്നെ നോക്കിക്കൊണ്ട് ചിരിക്കുകയാണ്. JK അപ്പം മഞ്ജുവിനോട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ആരാധികയല്ല, എൻ്റെ ഒരു നോവലും നിങ്ങൾ വായിച്ചിട്ടില്ല, വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഈ രീതിയിലല്ല സംസാരിക്കുന്നത് എന്നങ്ങനെ JK പറയുമ്പോൾ ചിന്നു അങ്കിൾ, ഞാൻ അങ്കിളിന് ചായ എടുക്കാമെന്ന് പറഞ്ഞ് പോവാനായി നിൽക്കുന്നതും JK പറയുന്നുണ്ട്, എനിക്ക് ചായയൊന്നും വേണ്ട മോളെ, എനിക്ക് നിന്നിൽ നിന്ന് ഒരു സഹായം വേണം, അതിനുവേണ്ടി വന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് JK തന്റെ പോക്കറ്റിലുള്ള താക്കോലെടുത്ത് ചിന്നുവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ചിന്നു അത് വാങ്ങാൻ മടിക്കുന്നുണ്ടെങ്കിലും JK ചിന്നുവിനോട് അത് വാങ്ങാനായി പറയാണ്. ചിന്നു അത് വാങ്ങിയിട്ട് ഇത് എന്തിനാണ് അങ്കിൾ എന്റെ കയ്യിൽ തന്നതെന്ന് ചോദിക്കുകയാണ്. JK അപ്പോൾ പറയുന്നുണ്ട്, ഇനി മോൾ അങ്ങോട്ടേക്ക് വന്ന് ശരിയുമായി വാതിൽ തുറന്നു തരണം, എന്റെ വാടക വീട് ഉദ്ഘാടനം
പഠനം ചെയ്യാനായി എന്തുകൊണ്ടും യോഗ്യത മോൾക്കാണ്. എന്തേ മോൾക്ക് എന്തെങ്കിലും വരാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ജെക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ ചിന്നു വളരെ സന്തോഷത്തോടെ പറയുന്നുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ വരാം അങ്കിൾ എന്ന് പറയാണ്. അങ്ങനെ രമ്യയോടും മഞ്ജുവിനോടും ഇപ്പൊ വരാം ആന്റി എന്ന് പറഞ്ഞ് ചിന്നു അങ്ങനെ ജെക്കയുടെ കൂടെ പോവുകയാണ്. മഞ്ജുവിനാണെങ്കിൽ ഇതൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അവര് പോയതിനു ശേഷം മഞ്ജു രമ്യയോട് ചോദിക്കുന്നുണ്ട്, രമ്യ നിനക്ക് ഈ ജെ കെ സാറെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? എനിക്ക് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല, എനിക്കെന്തോ ഒരു സംശയമുണ്ട്, പുള്ളിയെ കണ്ട് അത്ര വലിയ എഴുത്തുകാരനായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് മഞ്ജു അങ്ങനെ പറയുമ്പോൾ രമ്യ പറയുന്നുണ്ട്, ഇതിന് മഞ്ജു ചേച്ചി ഇതിനു മുന്നേ ജെ കെ സാറിന്റെ നോവല് പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ചേച്ചിക്ക് ജെ കെ സാറിനെ കുറിച്ച് അറിയാം എന്ന് ചോദിച്ചുകൊണ്ട് രമ്യ അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പച്ചനാണെങ്കിൽ ജെ കെയും വെയിറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചിന്നുവും ജെ കെയും കൂടി വരുന്നത്. അപ്പച്ചനപ്പൊ ചിന്നുവിനോട് പറയുന്നുണ്ട്, മോളെ കൊണ്ട് ഈ വീടിന്റെ ഗൃഹപ്രവേശനം നടത്തണമെന്ന് സാറിന് വലിയ ആഗ്രഹമായിരുന്നു, മോള് വന്നത് നന്നായി എന്ന് പറയുമ്പോൾ ജെ കെ പറയുന്നുണ്ട്, ആരെങ്കിലും ഐശ്വര്യമുള്ള ആള് വേണ്ടേ വാതിൽ തുറന്നകത്ത് കയറാൻ, അതിന് എന്തുകൊണ്ടും യോഗ്യത മോൾക്കാണ്, ഞാൻ ഈ വീട്ടിലേക്ക് വരാൻ കാരണം തന്നെ മോളല്ലേ, അപ്പൊ പിന്നെ മോള് തന്നെ ഗൃഹപ്രവേശനം നടത്തിയാൽ മതി. അങ്ങനെ ജെ കെ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അതിനെന്താ, ഞാൻ തന്നെ വീട് തുറന്നു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ വാതിൽ തുറക്കാനായി പോവാണ്. വാതിൽ തുറന്ന് ചിന്നു തന്നെ ആദ്യമായി ആ വീട്ടിലേക്ക് വലതുകാലി വെച്ച് കയറുകയാണ്. പിന്നീട് ചിന്നു ജെ കെയോട് ചോദിക്കുന്നുണ്ട്, അങ്കിളിന് സന്തോഷമായില്ലേ, ഈ വീട് ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ പാപ്പച്ചൻ പറയുന്നുണ്ട്, ഈ വീട് ജെ കെ സാറിന് എന്നോ ഇഷ്ടമായതാണെന്ന് പറയുമ്പോൾ ചിന്നുവിനാകെ സംശയമാവുകയാണ്. ചിന്നു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അതിന് ഈ വീട് ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ, ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. പാപ്പച്ചൻ അങ്ങനെ പറഞ്ഞതോടുകൂടി ജെ കെ ആണെങ്കിൽ ആകെ ടെൻഷനോട് അങ്ങനെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചിന്നുവിനോട് പാപ്പച്ചൻ മാറ്റി പറയുകയാണ്, കുറെ വീടുകൾ പോയി നോക്കിയിട്ടുണ്ട്, അതിനിടയിൽ ഈ വീടും വന്ന് കണ്ട പോലെ ഒരു സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോഴാണ് ഓർമ്മ വന്നത്, ജെ കെ സാർ ഈ വീട് വന്ന് കണ്ടിട്ടില്ല, ആദ്യമായിട്ട് വരുന്നതെന്ന് പാപ്പച്ചൻ അങ്ങനെ പറയാണ്. അതിനുശേഷം ചിന്നു ജെ കെയോട് പറയുന്നുണ്ട്, അങ്കിളിനെ കഥ എഴുതാൻ പറ്റിയ അന്തരീക്ഷമുള്ള ഒരു വീടാണിത്, വീട് തുറന്നു തന്നല്ലോ, ഇനി ഞാൻ അങ്കിളിനെ ശല്യപ്പെടുത്തുന്നില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ചിന്നു പോവാനായി നിൽക്കുമ്പോൾ ജെ കെ ചിന്നുവിനെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്, പോവല്ലേ, പ്രവേശനം പൂർത്തിയായില്ലല്ലോ, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ചിന്നുവിനെ വിളിച്ചുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് പോവുകയാണ്. അടുക്കളയിലാണെങ്കിൽ പാപ്പച്ചൻ വീടിന്റെ പാല് കാച്ചലിനായി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാം കണ്ട് ചിന്നു ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് അങ്കിൾ എന്ന് ചോദിക്കുമ്പോൾ ജെ കെ പറയുന്നുണ്ട്, ഇതാണ് പാല് കാച്ചൽ, മോളുടെ കൈ കൊണ്ട് പാലുകൂടി കാച്ചിയാലേ ഗൃഹപ്രവേശനം പൂർത്തിയാവൂ എന്ന് പറയാണ്. ചിന്നു അപ്പൊ ചോദിക്കുന്നുണ്ട്, ജെ കെ അങ്കിൾ ഇത് ഞാൻ ചെയ്യണോ എന്ന് ചോദിക്കുകയാണ്. ജെ കെ അപ്പൊ പറയുന്നുണ്ട്, മോള് തന്നെ ഇത് ചെയ്യണം, കുട്ടികളാണ് ഇതെല്ലാം ചെയ്യേണ്ടത്, എന്തായാലും ഐശ്വര്യമായി തീ കൊളുത്തി പാല് കാച്ചിയെന്ന് പറഞ്ഞ് ചിന്നുവിനെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ജെ കെ ആണെങ്കിൽ നിലവിളക്കിൽ തീ കൊളുത്തിക്കൊണ്ട് ചിന്നുവിനോട് പാല് കാച്ചാനായി പറയാണ്. ചിന്നു തീ കത്തിച്ചുകൊണ്ട് പാല് കാച്ചുന്നുണ്ട്. അതുകൊണ്ട് ജെ കെക്കും പാപ്പച്ചനും ഒരുപാട് സന്തോഷമാവുകയാണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ജെ കെ ചിന്നുവിനോട് പറയുന്നുണ്ട്, മോളെ താങ്ക്സ്, നീ ഹാപ്പി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അങ്കിളെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. അപ്പച്ചനപ്പ ജെ കെയോട് പറയുന്നുണ്ട്, നല്ല ഐശ്വര്യമുള്ള കുട്ടി, ആ കുട്ടി പാല് കാച്ചിയതുകൊണ്ട് സാറിന്റെ ഈ വീട്ടിലുള്ള ജീവിതം സുഖമായിരിക്കും എന്ന് പറയുകയാണ്. ജെ കെ ആണെങ്കിൽ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ചിന്നുവിനെ കണ്ടുമുട്ടിയ ഓരോ കാര്യങ്ങളും അങ്ങനെ ഓർക്കുകയാണ്. ചിന്നുവിനെ ഓർക്കുമ്പോഴെല്ലാം ജെ കെക്ക് തന്റെ മകളെ ഓർമ്മ വരികയാണ്. ചിന്നു ആണെങ്കിൽ പുറത്തുപോയി വേഗം തന്നെ ഫോൺ എടുത്ത് അർച്ചനയെ വിളിക്കുകയാണ്. അമ്മേ, എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്, അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ വിളിച്ചതെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഞാൻ കോടതിയിലേക്ക് പോവാൻ ഇറങ്ങുകയായിരുന്നു, എന്താ മോളെ കാര്യം? അങ്ങനെ അർച്ചന ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അമ്മേ ഇന്ന് ജെ കെ അങ്കിൾ നമ്മുടെ വീട്ടിലേക്ക് വന്നിരുന്നു, സാറ് താമസിക്കാൻ പോകുന്ന പുതിയ വാടക വീടിന്റെ ഗൃഹപ്രവേശനം എന്നോട് നടത്താൻ പറഞ്ഞു, എന്റെ കയ്യിൽ താക്കോല് തന്ന് വാതിൽ തുറക്കാനായി പറഞ്ഞു, ഞാനത് ചെയ്തു കൊടുത്തു, അതിനുശേഷം എന്നോട് വീടിന്റെ പാല് കാച്ചാനായി പറഞ്ഞു, ഞാനത് വേണ്ടെന്ന് പറഞ്ഞു, പക്ഷേ അങ്കിൾ അതിന് സമ്മതിച്ചില്ല, എന്നോട് തന്നെ ചെയ്യാൻ പറഞ്ഞു എന്ന് ചിന്നു അങ്ങനെ പറയുകയാണ്. അർച്ചനപ്പ് ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്തിനാണ് അതെല്ലാം ചെയ്യാൻ പോയത്, ജെ കെ സാറ് തന്നെ അതെല്ലാം ചെയ്യുമായിരുന്നില്ലേ എന്ന് അർച്ചന അങ്ങനെ ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അമ്മയെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാണ്, ജെ കെ അങ്കിളാണ് എന്നെ നിർബന്ധിച്ച് ഇതെല്ലാം ചെയ്തതെന്ന് പറയാണ്. അപ്പൊ ചിന്നുവിനോട് പറയുന്നുണ്ട്, എങ്കിൽ ശരി, ഇനി നീ അവിടെ നിൽക്കണ്ട, സാറിനെ വെറുതെ ശല്യപ്പെടുത്താതെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകുമെന്ന് പറയാണ്. ചിന്നു അങ്ങനെ ശരി അമ്മ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജെ കെ ഒരു ഗ്ലാസ്സിൽ പാലുമായി അങ്ങോട്ടേക്ക് വരുന്നത്. അത് ചിന്നുവിന് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പറയുന്നുണ്ട്, അങ്കിൾ ഞാൻ പോവുകയാണ്, ഇവിടെ നിന്ന് ശല്യം ചെയ്യാതെ വേഗം തന്നെ വീട്ടിലേക്ക് അമ്മ പോവാൻ പറഞ്ഞു എന്ന് ചിന്നു അങ്ങനെ ജെ കെയോട് പറയാണ്. ജെ കെ അപ്പൊ പറയുന്നുണ്ട്, പൊയ്ക്കോ, പക്ഷേ ഈ പാല് കുടിച്ചിട്ട്
അങ്ങോട്ട് പോയിക്കോളൂ. മകളുടെ വീട്ടിൽ വന്ന് പാലുകാച്ചൽ ചടങ്ങ് നടത്തിയതല്ലേ മോള്, അതുകൊണ്ട് മധുരം കഴിച്ചിട്ടേ പോകാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാലങ്ങനെ ചിന്നുവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ചിന്നു അത് വാങ്ങിച്ചുകൊണ്ട് താങ്ക്സ് എന്ന് പറഞ്ഞ് അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജെകെ അപ്പൊ പറയുന്നുണ്ട്, ഞാനല്ലേ മോളടുത്ത് താങ്ക്സ് പറയേണ്ടത്, എന്റെ വീടിന്റെ ഗൃഹപ്രവേശനം നടത്തി തന്നത് മോളല്ലേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ചിന്നു ആ പാലങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ജെകെ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ചിന്നുവിനെ കണ്ട് ജെകെക്ക് തന്റെ മോളെ ഓർമ്മ വരികയാണ്. പെട്ടെന്ന് ജെകെ അങ്ങനെ കരയാണ്. ചിന്നു അപ്പൊ ചോദിക്കുന്നുണ്ട്, അങ്കിൾ എന്താ കരയാണോ, ഇത് പറ്റി അങ്കിൾ എന്തിനാണ് കരയുന്നതെന്ന് ചിന്നു അങ്ങനെ ചോദിക്കുകയാണ്. ജെകെ അപ്പൊ സങ്കടത്തോടെ പറയുന്നുണ്ട്, ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന് എന്റെ മോളെ ഓർത്തു പോയതാണെന്ന് പറയുമ്പോൾ ചിന്നുവിന് അത് കേട്ട് ഒരുപാട് സങ്കടാവുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.